ഈ കാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് തൃശ്ശൂരുള്ള കാർ ഹബ് യൂസ് കാർ ഷോറൂം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ തൃശ്ശൂരിൽ തന്നെയുള്ള വേറെ ചില കാറുകളുടെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരുള്ള പെരിങ്ങാവ് റോഡ് അല്ലേ, TUP റോഡ്, ഓക്കെ പെരിങ്ങാവ് റോഡെന്ന് പറഞ്ഞ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് വിഷ്വൽസിൽ അത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ ഫോക്സ്വാഗൻ പോളോ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഡീറ്റെയിൽസാണ്. അപ്പോൾ എബി എന്ന് പറഞ്ഞ ഈ കാർ ഹബ് യൂസ് കാർ ഷോറൂമിലെ മാനേജറാണ് നമുക്ക് ഡീറ്റെയിൽസുകൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എബിയോട് തന്നെ ചോദിക്കാം. അപ്പോൾ എബി ഡീറ്റെയിൽസുകൾ പറയും. അപ്പോൾ എബി എന്താണ് ഇവിടെ എന്നുള്ളത് പരിചയപ്പെടും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എബി എന്നാണ്. ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിട്ട് 4 വർഷത്തോളം ആവണം. നമുക്ക് കൂടുതൽ പാർക്കിംഗ് സെയിലുകളാണ് വണ്ടി വരുന്നത്. കസ്റ്റമറുടെ വണ്ടികളുണ്ട്, പിന്നെ ഡീലേഴ്സിൻ്റെ വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് വണ്ടികൾ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പോളോ ഞങ്ങൾക്ക് പാർക്കിംഗ് സെയിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. 2011 മോഡൽ ഡിസംബർ മാസം വണ്ടിയാണ്. ഹൈലൈൻ വേരിയൻ്റ് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. റേറ്റ് ചോദിക്കുന്നത് 3,75,000 രൂപയാണ്. റേറ്റ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നാം 3,75,000 പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നാം. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ പാർക്കിംഗ് സെയിലാണ്. ഒരു കസ്റ്റമർ നമുക്ക് വണ്ടി കൊണ്ടിട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് അവരോട് പറയാൻ പറ്റില്ല, അയ്യോ റേറ്റ് കൂടുതലാണ്, ഇത് ഇടാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് വണ്ടി കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഒരു 10 കസ്റ്റമർ വണ്ടി വേണ്ട ഒരു 10 പേര് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ 10 പേര് റേറ്റ് നമുക്ക് വണ്ടിയുടെ ഓണറോട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ചെറിയൊരു ഡിപ്രിസൈഡ് എന്നൊരു ബാർഗെയിൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ വാങ്ങിച്ചു കൊടുക്കുക. ഞങ്ങൾ അതിനൊരു 1% കമ്മീഷൻ ഞങ്ങളിവിടുന്ന് വാങ്ങിക്കും. അപ്പോൾ 3,75,000 അവർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. കമ്പനി സർവീസ് വണ്ടിയാണ്, വണ്ടി റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ അവർ പറയുന്ന റേറ്റ് നമ്മൾ നോക്കണ്ട. നമുക്ക് എന്തെങ്കിലും അവരോട് സംസാരിച്ച് വാങ്ങിക്കാവുന്നതാണ്. വണ്ടി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്ലഡ് എഫക്റ്റ് ആണോ, മേജറായിട്ടുള്ള ആക്സിഡൻസ് ഉണ്ടോ എന്ന് ജസ്റ്റ് നമ്മൾ നോക്കും. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പനിയിൽ വേണമെങ്കിൽ കൊണ്ടുപോയി നോക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കിയിട്ട് എടുത്താൽ മതി. കാരണം നമ്മൾ സെക്കൻഡ്സ് വണ്ടിയാണ് കൊടുക്കുന്നത്. നമ്മൾ വാങ്ങിയിടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം. പിന്നെ നമ്മൾ പാർക്കിംഗ് സൈൽ വണ്ടികളാകുമ്പോൾ നമുക്കൊരു പരിധികളുണ്ട്. കാരണം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയിട്ടാണ് ഒരു കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നിടുക. ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ കൂടിയപ്പുറമായി 2 ആഴ്ച 3 ആഴ്ച അത് കസ്റ്റമേഴ്സിൻ്റെ ഇതുപോലെ. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടിരുന്ന വണ്ടികൾ നമുക്കിപ്പോൾ ഒരു ടെക്നീഷ്യനെ കാണിച്ച് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്ക് എല്ലാം ചെയ്തിടാൻ പറ്റില്ല, ഫുള്ള് ചെക്കപ്പ് ചെയ്തിടാൻ പറ്റില്ല. മറിച്ച് നിങ്ങളൊരു ടെക്നീഷ്യനെ കൊണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വണ്ടിയായിട്ട് കമ്പനിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻ്റ്ലി ആ വണ്ടിയുടെ കാര്യം ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ കാര്യം അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വണ്ടികളും ഞങ്ങളെ കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരുപാട് വണ്ടികൾ ഞങ്ങൾക്ക് ഷോറൂമിൽ വന്ന് പോകുന്നതാണ്. അപ്പോൾ ഓരോ ആഴ്ചക്കുള്ളിൽ 10-20 വണ്ടികൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്പെക്ഷൻ ചെയ്ത് ഫുള്ളും നമുക്ക് കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വാങ്ങിക്കാൻ വരുമ്പോൾ നമുക്കൊന്ന് ഈ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യനായിട്ട് വരികയാണെങ്കിൽ നമുക്കത് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളിവിടെ ഓൾറെഡി നമ്മളൊന്ന് നോക്കും വണ്ടി. ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ വിൽക്കാൻ വരുന്ന വണ്ടി എങ്ങനെയുണ്ട്, ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ളതാണോ, അതായത് മേജർ എന്തെങ്കിലും ടോട്ടൽ ലോസ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ നമുക്ക് നോക്കിയറിയാം. അതിൻ്റെ ഡോറുകൾ, ഗ്ലാസ്സുകൾ, ബീഡിങ്ങുകൾ, അപ്രോൺ കാര്യങ്ങൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അപ്പോൾ ഒരു 100% സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം പരിധികളുണ്ട്. നെറ്റ് ബോട്ടിൽ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നില്ല. വളരെ ഒരു എന്താ പറയുക, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് വളരെ ഒരുപാട് ഡീറ്റെയിലുകൾ നമുക്ക് കിട്ടി. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് താങ്കൾ എല്ലാം പറഞ്ഞു. ഇത് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 61,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വണ്ടിയുടെ ഓണർ ഇപ്പോൾ എറണാകുളത്താണ് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. വണ്ടി ഇപ്പോൾ മേജറായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ ഫ്ലഡ് എഫക്റ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. വണ്ടി നമ്മൾ ഓടിച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ്
പെർഫെക്റ്റ് ആണ്, വേറെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണാനില്ല. ആക്സിഡന്റ് സംഭവങ്ങളൊന്നുമില്ല അല്ലേ? ഇല്ല, വണ്ടി നീറ്റ് വണ്ടിയാണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണല്ലേ. ഇന്റീരിയർ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കാണാം. ഓ തീർച്ചയായും. മഹേന്ദ്ര സൈലോ വേരിയന്റ് H4 ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്ന് പറയുകയാണെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 28,000 കിലോമീറ്ററോളം വണ്ടി ഓടിക്കുള്ളൂ. വണ്ടി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ. ഡിഫോഗർ ഫുൾ ഓപ്ഷൻ H8 എന്ന് പറഞ്ഞിട്ടുള്ള H8 ഉണ്ട്. മഹീന്ദ്രയ്ക്ക് ഒരുപാട് വേരിയന്റ്, ഒരുപാട് മോഡലുകളാണ്. പിന്നെ ക്വാളിറ്റിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? അതെ, സ്ട്രോങ്ങസ്റ്റ് വണ്ടി തന്നെ വേണമെങ്കിൽ പറയാം. വണ്ടി വലിയ ഒരുപാട് ഓടി കഴിഞ്ഞിട്ടൊന്നുമില്ല. വണ്ടി എത്ര കിലോമീറ്റർ അല്ല ഓടിക്കുള്ളൂ? 28,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. സിംഗിൾ യൂസ് ഉണ്ട്. തൃശ്ശൂരുള്ള വണ്ടി തന്നെയാണ്, തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. എംബ്ലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മെഴ്സിഡീസ് ബെൻസ് എന്ന് പറഞ്ഞ ഒരു മോസ്റ്റ് എന്താ പറയുക ലക്ഷറിസ്റ്റ് കാർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ശരിക്കും ഈ ബെൻസിനെയും BMW തമ്മിൽ നമുക്ക് രണ്ട് തരത്തിൽ അഭിസംബോധന ചെയ്യാൻ പറ്റും അല്ലേ? ബെൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പാസഞ്ചേഴ്സ് കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലിരുന്ന് ഒരുപാട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വണ്ടിയാണ്. കാരണം ഡ്രൈവിംഗ് ആസ്വദിക്കുക എന്നുള്ളതിനേക്കാൾ അതും നല്ലതാണ്, പക്ഷെ എന്നാലും ബാക്കിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഉള്ളിലിരുന്ന് നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ പോലും വണ്ടിയുടെ ഉള്ളിലിരുന്നുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു BMW-നെ മെയിൽ കാറെന്നും ബെൻസിനെ ഫീമെയിൽ കാറെന്നുമാണ് ശരിക്കും പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ കാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് ഒരു മെഴ്സിഡീസ് ബെൻസ് അല്ലേ? ശരിക്കും വളരെ ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ 10 ലക്ഷം ഒരു ബെൻസ് സ്വന്തമാക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ബെൻസ് സ്വന്തമാക്കാം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പറയാൻ വരും, നമ്മൾ ഈ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയ്ക്ക് സാധാരണക്കാരന് ഒരു ബെൻസ് സ്വന്തമാക്കാൻ പറ്റുന്ന ഈ വണ്ടി ഡീറ്റെയിൽസ് എബി പറഞ്ഞു. നമസ്കാരം. നമുക്ക് 2010 മോഡൽ വണ്ടിയാണ്. 10 വർഷം മാത്രമേ പഴക്കമുള്ളൂ. വണ്ടിനെ സംബന്ധിച്ചിടത്തോളം വേറെ ആക്സിഡൻസ് കാര്യങ്ങൾ, ഫ്ലഡ് എഫക്റ്റ് അങ്ങനെ ഒന്നും ഇല്ല. വണ്ടി നമ്മളിപ്പോൾ ഈ ഉള്ള വണ്ടികളിൽ ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വണ്ടിയാണിത്. നല്ല ബോഡി വൃത്തിയുണ്ട്, നല്ല നീറ്റ് ആയിട്ടുള്ള യൂസിങ്. പിന്നെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ 82,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ബെൻസ് ആഗ്രഹിക്കുക ഒരു 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ബെൻസ് വാങ്ങിക്കാനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം. നമുക്കിപ്പോൾ എടുത്തിട്ട് വേറെ റീസണിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. വണ്ടി പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നീറ്റാണ്, പെർഫെക്റ്റ് ആണ്. എന്ത് അലോയ് വീൽസ് ആയാൽ പോലും അലോയ് വീൽസ് എന്ന് പറയുമ്പോൾ AMGയുടെ തന്നെ കിറ്റ് അവർ ഏകദേശം 2 ലക്ഷം രൂപയോളം വരും. അലോയ് വീല് സെപ്പറേറ്റ് തന്നെ അവർ ചെയ്തിട്ടുള്ളതാണ്. ടയർ കണ്ടീഷൻ ഉണ്ട്, വണ്ടി എഞ്ചിൻ എല്ലാം A to Z പെർഫെക്റ്റ് ആണ്. വണ്ടിയുടെ ഭാഗത്ത് എന്ന് പറയുന്നത് ഒന്നും ഒരു കംപ്ലൈൻസ് വരുന്നില്ല. ഡ്രൈവ് നല്ല കംഫർട്ടബിൾ ആണ്. കണ്ടല്ലേ? ഇപ്പം ഇന്ന് നോർമലി ഞാൻ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സൺറൂഫ്. കാരണം പണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇന്ന് ചോദിക്കുക ഫുൾ ഓപ്ഷൻ മാറുമ്പോൾ ഫുൾ ഓപ്ഷൻ വിത്ത്
സൺറൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ വളർന്നു എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് തോന്നുന്നു ഈ സൺറൂഫ് ഒന്നും ശരിക്ക് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുക പോലും ഇല്ല. പക്ഷെ എന്നിരുന്നാലും അതൊരു അല്ലെ ലക്ഷറിയുടെ ഒരു ഭാഗമായി മാറി. ഇന്ന് പല കാറുകൾക്കും അത് ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കുന്നു. പല ചെറിയ ബ്രാൻഡുകൾക്ക് പോലും ഉണ്ട്. ഇൻഷുറൻസിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പറയുമ്പോൾ ഫുൾ കവറേജ് ഇൻഷുറൻസ് ആണ്. അടുത്തൊരു ഏകദേശം 8 മാസം വരെ ഇൻഷുറൻസ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിനെ പറ്റിയും പിന്നെ വാറണ്ടി കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ 10 വർഷമായിട്ടുള്ള ഒരു വണ്ടി നിലവിലെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വണ്ടിയുടെ ഭാഗത്തൊന്നും നമുക്ക് ഒന്നും നോക്കില്ല, എല്ലാം പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ഒരു വണ്ടിയാണ്. അതെ, നമുക്ക് ഇന്റീരിയറിൽ കാണുമ്പോൾ തന്നെ ഒരു 10 വർഷത്തിന്റെ ചെറിയ ഒരു പഴക്കത്തിന്റെ ഒരു സംഭവം അത് അറിയാലോ. ഇപ്പോൾ സെക്കൻഡ്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റീസൺ. പക്ഷെ അതെല്ലാവരും നോക്കുന്ന സമയത്ത് വണ്ടി വളരെ പെർഫെക്റ്റ് ആണ്. ഒരുപാട് പരാമർശങ്ങൾ 1.4 ലിറ്റർ എഞ്ചിനല്ലേ. 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനായ ഫോർട്ടിയുടെ പ്രത്യേകത വളരെ നല്ല എഞ്ചിനാണ്. മാരുതി ആ സമയത്ത് മാരുതിയുടെ ഒരുപാട് കിടപിടിച്ച് നല്ല ബുക്കിംഗ്സ് എടുത്ത് പോയി. പിന്നെ അതിന് ശേഷം കുറച്ച് സർവീസ് ഹിസ്റ്ററിയൊക്കെ കുറച്ച് പ്രശ്നമായി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഫോർഡിന് ഒരുപാട് ആരാധകരും ഫോർഡ് എൻഡെവർ എന്ന വണ്ടിക്ക് ഒരുപാട് ആരാധകരും ഒക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഫോർഡ് ഫിഗോ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 1.4 ലിറ്റർ എഞ്ചിനായ ഡീസൽ ഫോർഡ് ഫിഗോ ആണ്. ബാക്കി ടെക്നിക്കലി ഡീറ്റെയിൽസും വണ്ടിയുടെ കാലപ്പഴക്കം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മുടെ എഴുതിയാണ്. ഇത് 2013 മോഡല് ഡിസംബർ മാസം 1.4 ലിറ്റർ ഫോർഡ് ഫിഗോ EXI വണ്ടിയാണ്. ഡീസൽ എഞ്ചിനാണ് ഇതിനകത്ത്. വണ്ടി ആകെ 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ. വണ്ടി വേറെ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് വേറെ ആക്സിഡൻസ്, ഫ്ലഡ് എഫക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വണ്ടിയിൽ കാണാനില്ല. നമ്മളിപ്പോൾ ഇത് വണ്ടി വന്നിട്ട് ഇന്നലെ വണ്ടി വന്നിട്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ വണ്ടി പെർഫെക്റ്റ് ആണ്. വേറെ എഞ്ചിൻപരമായിട്ടും വേറെ ആക്സിൽ അതുപോലെ തന്നെ സസ്പെൻഷൻ ഒന്നും കുഴപ്പമില്ല, ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല, പെർഫെക്റ്റ് ആണ്. പിന്നെ പറയുന്നത് വണ്ടി IDV വാല്യൂ ഏകദേശം വണ്ടിയുടെ റേറ്റ് വരുന്നത് 2,65,000 രൂപയാണ്. 2,60,000 ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. IDV വാല്യൂ എത്രയാണ്? 2,25,000 രൂപ IDV വാല്യൂ. അപ്പോൾ എത്ര രൂപയ്ക്ക് നമുക്ക് വണ്ടി ഏകദേശം നല്ലൊരു ട്രാക്കുള്ള ഒരു എലിജിബിൾ ആയിട്ട് നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം വരെ നമുക്ക് ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 10,60,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. പറ്റും. ഓക്കെ ഓക്കെ. അത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വലിയൊരു സംഭവമാണ്. നമ്മൾ സിബിൽ സ്കോർ കാര്യങ്ങൾ അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതൊന്നും ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓണറിൽ ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഫോർഡ് ഫിഗോ എന്ന് പറയുന്നത്. വണ്ടി അത്യാവശ്യം ആ ഒരു അല്ലേ അത് പഴക്കത്തിൻ്റെ ഒരു അത്രയും കാലഘട്ടം
ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഈ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഒരു ചിലവില്ലാത്ത കാര്യമില്ലേ, ഫ്രീ അല്ലേ, ഇത് ചെയ്തോടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക.